ഇപ്പൊ സമയം 10 മണിയായി. ആ എലി വരുന്നത് കാത്തിരിക്കട്ടെ ഞാനിവിടെ. ആ എലിയെ പിടിച്ചിട്ടേ ഉള്ളു കാര്യം. 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ 10 മണി വരെ ഉള്ളു. 11 മണി വരെ വെയിറ്റ് ചെയ്യാം ഇവിടെ. A few moments later. ഓ ഞാനിവിടെ 1 മണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ട്. എലിയും കാണുന്നില്ല, ഒന്നിനും കാണുന്നില്ലല്ലോ. ഞാൻ ഈ അടുക്കളയിലെ കുറച്ച് സാധനങ്ങൾ തല്ലി പൊട്ടിക്കാൻ പോവാ. പുതിയ പ്ലേറ്റ് പറഞ്ഞു വെക്കുന്നു. അയ്യോ ആ പ്ലേറ്റ് തല്ലി പൊട്ടിച്ച്. ഇന്നെന്തായാലും ഇത്രയും മതി. ഒരെണ്ണം പൊട്ടിച്ചാൽ മതി. നാളെ ഇനി ഒരെണ്ണം കൂടെ പൊട്ടിക്കാം. അയ്യോ ഓടിക്കോ എന്റെ അമ്മേ. The next day. ഞങ്ങൾ ആ ചില്ല് പൊട്ടിയത് ക്ലീൻ ചെയ്ത്. അമ്മേ മോളെ നീ എഴുന്നേറ്റോ? അല്ല അമ്മ, ഇന്നലെ രാത്രി ഒന്ന് ചില്ല് തല്ലി പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടല്ലോ. പ്രേതത്തിനെ കണ്ട കാര്യം നന്ദിനി ഒരിക്കലും അറിയരുത്. കാരണം അവളുടെ പറ്റി കുഞ്ഞുണ്ട്. അത് പറഞ്ഞ പേടിച്ചു പോകുമ്പോ എന്തെങ്കിലും തല ഇറങ്ങി വീണ് എന്ത് ചെയ്യും? അതുകൊണ്ട് പറയണ്ട കാര്യം. അല്ല അമ്മ എന്താ പറയാൻ മടിച്ചേക്കുന്നേ? പറ. ഓ അതിന് മോൾ ഇന്നലെ ആണെങ്കിൽ ഒരു എലിയും കൊണ്ട് ഇവിടെ കയറിയിട്ട് ഒരു പ്ലേറ്റ് തള്ളി താഴെ ഇട്ടായിരുന്നു. അത് പൊട്ടിപ്പോയി. ഞാൻ രാവിലെ നോക്കി ഇതേ കിടക്കുന്നു. ഞാൻ രാത്രി കേട്ടാന്ന് ചില്ല് പൊട്ടുന്ന സൗണ്ട്. അതാ അമ്മയുടെ ഇപ്പൊ ചോദിച്ചത്. അന്നാ എന്തിനു നീ ഇനി റെസ്റ്റ് എടുത്തോ. ഞാനാണെങ്കിൽ അടുക്കള ജോലി കഴിഞ്ഞിട്ട് ആഹാരം ഉണ്ടാക്കേണ്ടി വരാം. ആ ശരി അമ്മേ. അയ്യോ അങ്ങനെ രക്ഷപ്പെട്ടു നന്ദിനിയുടെ കയ്യിൽ നിന്ന്. എന്തൊക്കെയാണെങ്കിലും ഈ കാര്യം നന്ദിനി മാത്രം അറിയരുത്. മക്കളെ അറിഞ്ഞാലും കുഴപ്പമില്ല. അമ്മൂമ്മേ ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ് മക്കളെ. പിന്നെ അമ്മൂമ്മ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മൂമ്മ ഇത് വിശ്വസിക്കണം കേട്ടോ. ആ എന്താ കാര്യം പറ മക്കളെ. അത് പിന്നെ അമ്മൂമ്മ പ്രേതോ? അതെ അമ്മൂമ്മേ. പറഞ്ഞാലും മക്കളെ, ഞാനാണെങ്കിലേ ഇന്നലെ രാത്രി ആണെങ്കിൽ 10 മണിക്ക് എലിയെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞ്. ഇന്നലെ ആണെങ്കിലേ മറ്റേ കപ്പും പിന്നെ പ്ലേറ്റും തള്ളി തായിട്ട് പൊട്ടിച്ചില്ലായിരുന്നു. ആ എലി പിടിച്ചു ഞാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ എലിക്ക് വരും വന്ന ആളെ കണ്ട് നിങ്ങൾ ശരിക്കും പേടിച്ചു. കാണാൻ പറ്റി, കണ്ടു ഞാൻ. പക്ഷെ നിങ്ങളോട് പറഞ്ഞ് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ട ആളെ കുറിച്ച് പറയാം. ഒരു വെള്ള കളറിലെ പ്രേതം. ആ പ്രേതത്തിന്റെ മുഖമൊന്നും വ്യക്തമല്ല. മുഖത്തൂടെ മൊത്തം മുടിയൊക്കെ വലിച്ചു വരിട്ടേക്കുക. അമ്മൂമ്മ പ്രേതത്തിനെ കണ്ടോ? ആ ഞാൻ കണ്ടു ആ പ്രേതത്തിനെ. അല്ല കണ്ണം പറഞ്ഞ പ്രേതം ഏതാ? അതും അമ്മൂമ്മ ഞങ്ങൾ ഇന്നലെ ആണെങ്കിലും മുറ്റത്ത് കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു പച്ച കളറിൽ നല്ല രസമുള്ള ഒരു കുപ്പി കിട്ടി ഇവളൊക്കെ. അങ്ങനെ ഇവളത് ഞങ്ങൾ കിടക്കുന്ന ഷോക്കേസിൻ്റെ അവിടെ വെച്ച്, ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അവിടെ ഷോക്കേസിൽ കൊണ്ടുവച്ചേ. അവളങ്ങനെ അവിടെ വെച്ചിട്ട് കളിക്കാൻ വന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഉറങ്ങുമായിരുന്നു. തുമ്പി ഞാനും കിടന്നത് രാത്രി ഉറങ്ങുമായിരുന്നു. അപ്പോഴാണെങ്കിൽ ചില്ല് തല്ലി പൊട്ടിച്ച് സൗണ്ട് കേട്ടിട്ട് തുമ്പി എഴുന്നേറ്റ്. അങ്ങനെ ആ തുമ്പി ചില്ല് തല്ലി പൊട്ടിക്ക് സൗണ്ട് കേട്ട് തുമ്പി എഴുന്നേറ്റപ്പോൾ അയ്യോ എൻ്റെ കുപ്പി അവിടെ പോയെന്ന് അവൾ ആലോചിച്ച്. അപ്പോൾ താഴോട്ടൊക്കെ നിലത്ത് കിടന്ന് പൊട്ടിക്കിടക്കുന്ന ആ കുപ്പി, പച്ച കുപ്പി ഇവളുടെ. പിന്നെ തുമ്പി ആ രാത്രി തന്നെ വേറെ ചില്ലൊക്കെ തല്ലി പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. അങ്ങനെ അവൾ അടുക്കള നോക്കിയപ്പോൾ ആ കപ്പും പിന്നെ ആ പ്ലേറ്റ് പൊട്ടിക്കിടക്കുന്നവിടെ. ആ പൊട്ടിക്കിടക്കുന്ന കണ്ടപ്പോൾ അവളാണെങ്കിൽ ഒറ്റ ഓട്ട ബെഡ്റൂമിലോട്ട്. ഇതെല്ലാം ഇന്നലെ പറഞ്ഞു തന്ന കാര്യം ഇത് ഇവള്. അയ്യോ അമ്മ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്നലെ ആയിരുന്നു സംഭവം നടന്നത്. അവളപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞു ഈ കാര്യം. ആണോ? എനിക്ക് തോന്നുന്നത് അവളെടുത്തുകൊണ്ട് കുപ്പി തന്നെ പൊട്ടിയതല്ല, അത് ആ പ്രേതം പൊട്ടിച്ചെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അമ്മൂമ്മ ഉണ്ടത് ആ കുപ്പിക്കകത്തിരിക്കുന്ന പ്രേതം തോന്നുന്നു. ഇവിടെ കൊണ്ടുവന്ന് കുപ്പിക്കകത്ത് ഏതാണ്ട് പ്രേതം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവിടുത്തെ ചില്ലൊക്കെ തല്ലി പൊട്ടിച്ച ആ പ്രേതമാണെന്ന് തോന്നുന്നു. ആ ഞാൻ ഒരു പ്രേതത്തിന് കണ്ടി. ഇങ്ങോട്ട് പറഞ്ഞില്ലേ ആ പ്രേതം ചില്ലടിച്ച് പൊട്ടിച്ച്. ചില്ലെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ പ്ലേറ്റ് ഇല്ലേ വൈറ്റ് കളറ്. ആ വൈറ്റ് കളറിലെ പ്ലേറ്റ് ഇന്നലെ തല്ലി പൊട്ടിക്കുന്നത് ലൈവായിട്ട് ഞാൻ കണ്ടു മുമ്പ് നിന്ന്. ഞാൻ ആ പ്രേതത്തിന് കണ്ട് ഷോക്കായിട്ട് നിൽക്കും. എനിക്ക് അനങ്ങാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ആ പ്രേതം പോയപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പം ഞാൻ ഒറ്റ ഓട്ടം ഓടി. എന്നിട്ട് എന്നെ മുറി കയറി കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ആ ജോലിയൊക്കെ തീർത്തെന്ന് പറഞ്ഞാൽ ആ പൊട്ടിപ്പോയ പ്ലേറ്റൊക്കെ എടുത്ത് തൂത്ത് പറ്റി. മക്കളെ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. നന്ദിനോട് ഈ കാര്യം പറയല്ല കേട്ടോ. കാരണം നന്ദിനിയുടെ ആയിട്ട് കുഞ്ഞുള്ളതുകൊണ്ട് അവൾ പേടിക്കുകയാണെങ്കിൽ തല ഇറങ്ങി ചിലപ്പോൾ പേടിച്ചു പോകും. ചിലപ്പോൾ തല ഇറങ്ങിയാൽ വീഴാൻ സാധ്യതയുണ്ട് പേടിച്ചു പോകുമ്പോൾ. ആ ശരി അമ്മൂമ്മ, ഞങ്ങൾ പറയത്തില്ല. അമ്മൂമ്മയായിട്ട് പറയാതിരുന്നാൽ മതി. ഞാൻ തന്നെയല്ലേ മക്കളെ നിങ്ങളുടെ പറയാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എങ്ങനെ പറയാനാ? ഞാൻ മക്കളുമായി ടേബിളിൽ ഇരുന്നു. പിന്നെ കൂടെ നിങ്ങളുടെ അമ്മയും കൂടെ വിളിച്ചോണ്ടിരിക്കണേ. നിങ്ങൾ എല്ലാവരും അവിടെ പോയിരുന്നു. അമ്മൂമ്മ കഴിക്കാൻ എടുത്തോണ്ട് വരാം. ആ ശരി അമ്മൂമ്മേ. A few moments later. തുമ്പി എന്താ ചേട്ടാ? തുമ്പി അമ്മ അറിയാതെ എങ്ങനെയാ പ്രേതത്തിനൊക്കെ ഓടിക്കുന്നേ? അതായത് സ്വാമിമാരൊക്കെ വരുവാണെങ്കിൽ തന്നെ അമ്മ ഇതൊക്കെ കണ്ടിട്ട് കാര്യം മനസ്സിലാകത്തില്ലേ ഇവിടെ ഏതോ പ്രേതം ഉണ്ടെന്ന്. അപ്പൊ അമ്മ പേടിച്ചു പോകത്തില്ലേ? ആ അത് ശരിയാ. അപ്പൊ അമ്മ അറിയാതെ എങ്ങനെയാ പ്രേതത്തിനെ ഓടിക്കും? എനിക്കൊരൊത്തും പിടിയും കിട്ടുന്നില്ല എങ്ങനെയാ പ്രേതത്തിനെ ഓടിക്കുന്നതെന്ന്. ആ ചേട്ടാ എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ ഐഡിയ അടി? ചേട്ടാ നമ്മുടെ അമ്മയെ 2-3 ദിവസത്തേക്ക് അമ്മാൻ്റെ വീട്ടിൽ കൊണ്ട് വരുത്താ. ആ അത് നല്ല ഐഡിയ. അപ്പൊ നീ അമ്മയോട് പോയി നിന്നോ കേട്ടോ. പിന്നെ അമ്മൂമ്മയും കൂടെ ഞാനും വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം. പ്രേതത്തിനൊക്കെ ഓടിച്ചോളാം കേട്ടോ. നിങ്ങൾ 3 പേരും പോയി നിന്നോ അവിടെ. പക്ഷെ ചേട്ടാ ഈ ഐഡിയക്കകത്ത് വലിയൊരു പണിയുണ്ട്. അതൊന്നും ഇത്ര മാത്രം പണി. അമ്മ അവിടെ കൊണ്ട് വിട്ടാൽ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല, അമ്മ എന്ത് കാര്യം പറഞ്ഞാണ് അങ്ങോട്ട് നിർത്തണ്ടേ? നീ പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം ആലോചിച്ചു. ആ ശരിയാണല്ലോ, എന്തോ കാരണം പറഞ്ഞിട്ടായിരിക്കും. എനിക്കൊരു പുതിയ ഐഡിയ കിട്ടിയടി.
നമ്മുടെ വീടിന് പെയിന്റ് അടിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അമ്മ രമേനയുടെ വീട്ടിൽ കൊണ്ടുവിടാം. അത് നല്ല ഐഡിയ ആണ് ചേട്ടാ. എന്നാ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇന്ന് വൈകിട്ട് അമ്മയെ കൊണ്ട് മാമയുടെ വീട്ടിൽ വിടാം. അമ്മ മാത്രമല്ല, നീയും പിന്നെ അമ്മൂമ്മയും പിന്നെ അമ്മ. ശരി ചേട്ടാ. അപ്പൊ ഞാനും അച്ഛനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. അല്ല ചേട്ടാ, ഇപ്പൊ തന്നെ വൈകിട്ടായില്ലേ, പിന്നെന്താ ഇപ്പൊ തന്നെ അമ്മയെ കൊണ്ട് അവിടെ വിടാം. അമ്മ മാത്രമല്ല, ഞാനും പിന്നെ അമ്മൂമ്മ. അമ്മ ഞാൻ പെട്ടെന്ന് അച്ഛനോട് വിളിച്ചു പറയട്ടെ കാര്യങ്ങളല്ലേ. ശരി ചേട്ടാ, ചേട്ടൻ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഡിങ്കിടിക്ക് അങ്ങനെ അച്ഛനോട് എല്ലാ കാര്യം പറഞ്ഞ് ശരിയാക്കി. അച്ഛൻ വന്നോ? എന്തി അവർക്ക് എന്ത് ഒരുങ്ങി അവര്? ഒരുങ്ങി വെച്ചാ അവരെല്ലാരും ഒരുങ്ങിക്കോ അവിടെ. നന്ദിനി വാ, കാർത്തി. രമേശോട് ഞങ്ങൾ പോവാണേ. ശരി നന്ദിനി. അല്ല മക്കളെ, നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല അമ്മേ, എനിക്ക് പെയിൻ അടിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ നോക്കോ. നന്ദിനി മുറ്റത്ത് കാണുന്നുണ്ട് കേട്ടോ. ശരി എന്നാ. രമേശേട്ടാ കണ്ടാ? മക്കളെ കണ്ടാ ഞാനാണെങ്കിൽ സാമി എല്ലാരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അച്ഛൻ എപ്പോ സെറ്റ് ചെയ്ത്? അതൊക്കെ ഞാൻ വരുന്ന വഴിക്ക് സാമിയെ കുളിച്ചു പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞു, വരാന്ന് പറഞ്ഞു. എപ്പോഴാ അച്ഛാ പ്രേതത്തിന് ഓടിക്കാൻ വരുന്ന സമയം? രാത്രി 11:45 പിന്നെ 12 മണിയുടെ ഇടയ്ക്ക് വരുന്നു സ്വാമി. അത്ര രാത്രിയോ? അതൊക്കെ ഉണ്ട്, അത്ര രാത്രി. പക്ഷേ എനിക്ക് പേടി വരുന്ന ആ പ്രേതം നമ്മളെ വല്ല ചെയ്യും എവിടെ നിന്നാ? അത് ശരി, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ആ പ്രേതം വന്ന് നമ്മളെ വല്ല ചെയ്യാം. എന്നാൽ നമുക്ക് നല്ലേ ഏതെങ്കിലും ചായ കുടിക്കാൻ പറ്റുമ്പോ എവിടെയും. നമ്മുടെ കുട്ടപ്പച്ചേട്ടന്റെ കടയിൽ പോവാ. നല്ല രസമുണ്ട്. 7 മണി സമയത്ത് നല്ല രസം അങ്ങോട്ട് പോയിരിക്കാൻ കുട്ടപ്പച്ചേട്ടന്റെ കടയില്. ബാ കണ്ണ പോവാ. കണ്ണ നീ ഡ്രസ്സും കൂടെ മാറ്റിട്ട് വാടാ. ശരി അച്ഛാ. അച്ഛാ പോവാം. ശരി പോവാ. ഒറ്റ മനുഷ്യൻ പോലെ എന്റെ കടയിലോട്ടൊന്നും വരുന്നില്ല. അതേ കടന്ന രമേശനും അല്ലേ ഇങ്ങോട്ട് വരുന്നേ. കുട്ടപ്പച്ചേട്ടൻ 2 ചായ. എടുക്കാം. അമ്മീനെ കുട്ടപ്പച്ചേട്ടൻ കഴിക്കാൻ എന്തൊക്കെയുണ്ട്? കഴിക്കാൻ നല്ല ചൂടുള്ള മുട്ട ബജി ഉണ്ട്, എടുക്കട്ടെ? എടുത്തോ 2 എണ്ണം. അല്ല രമേശ, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും? അവരെല്ലാരും ആണെങ്കിൽ അളിയന്റെ വീട്ടിൽ പോയി. അളിയന്റെ വീട്ടിലാ എന്തിനാ? അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലാണ് പെയിന്റ് അടിക്കാൻ പോകും. അതുകൊണ്ട് അവരെ പറഞ്ഞു കിട്ടി ഞാൻ അങ്ങോട്ട്. പിന്നെ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ ഇങ്ങോട്ട്. അപ്പൊ കണ്ണൻ പോയില്ലേ? കണ്ണൻ പോയില്ല. അവനാണെങ്കിൽ പെയിന്റ് കടിക്കുന്നത് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവൻ പോയില്ല. A few moments later. അച്ഛൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ മുട്ട ബജിയെ. ശരിയാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ട ബജിക്ക്. ഞാനും 2 എണ്ണം നിന്ന്, മോനും 2 എണ്ണം നിന്ന് മുട്ട ബജി. അപ്പൊ ടോട്ടലി 4 എണ്ണമായി മുട്ട ബജി. ഇപ്പൊ സമയം 10 മണിയായി. അല്ല, നിങ്ങളൊന്നും വീട്ടിൽ പോകുന്നില്ലേ? ഞങ്ങൾ ഇപ്പോഴൊന്നും പോകുന്നില്ല. അല്ല, കട എപ്പോഴും അടയ്ക്കുന്നേ? ഞാൻ കട അടയ്ക്കുമ്പോ ഒരു 12:30 ആകും. ഞങ്ങൾ എന്തായാലും 12 മണിയാകുമ്പോ പോകണം. അത്രയും നേരം നിങ്ങൾ ഇരിക്കുമ്പോ എനിക്കൊരു കൂട്ടും കൂടെ ആവട്ടെ. വീട്ടിൽ പിന്നെ ആരും ഇല്ലാത്തോണ്ടേ അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഇത്ര നേരം ഇരിക്കുന്നത്. കാരണം ഇപ്പൊ സമയം 11:30 അമ്മ ചേട്ടാ, ഞങ്ങൾ പോവാണേ. ശരി. ഓം ക്രീം 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 വരൂ പ്രേതമേ. ഓം ക്രീം 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 ഓം ക്രീം ക്രീം വരൂ പ്രേതമേ. ഈ വീട്ടിൽ കൊച്ചെന്നെ ഈ സ്വതന്ത്രയാക്കിയത്. ഈ കൊച്ചിന് മുറ്റത്തുനിന്ന് ഒരു കുപ്പിയുണ്ട്, ഒരു പച്ച കളറിലെ കുപ്പി. അതിൻ്റെ അകത്തായിരുന്നു എൻ്റെ ആത്മാവുള്ളത്. ആ കൊച്ച് നേരെ ആ കൊച്ചിൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ആ കുപ്പി കൊണ്ടുവച്ച്. ഞാൻ ഇരിക്കുന്ന ആ കുപ്പി ആ കൊച്ച് ബെഡ്റൂമിൽ കൊണ്ടുവച്ച്. അങ്ങനെ ഏതെങ്കിലും വീടിൻ്റെ അകത്ത് കയറിയാ ആ കുപ്പിക്കകത്തുനിന്ന് എനിക്ക് പുറത്ത് ചാടാൻ പറ്റും. അങ്ങനെ ഞാൻ ആ കുപ്പിക്കകത്തുനിന്ന് പുറത്ത് ചാടിയിട്ട് ഇത്രയും 10 വർഷമായിട്ട് ആ കുപ്പി എന്നെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ആ കുപ്പിയുടെ ദേഷ്യത്തിൽ ഞാൻ ആ കുപ്പി തല്ലി പൊട്ടിച്ചു. ആ കുപ്പിയോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ ആ കുപ്പി തള്ളി താഴെയിട്ട് പൊട്ടിച്ചത്. അങ്ങനെ ഓരോ അടുക്കളയിലെ സാധനങ്ങളും എല്ലാം തല്ലി തകർത്തിയായി. നിങ്ങൾക്കിനി എന്നെ കൊണ്ട് എന്തു ഉപകാരം പറ? പിന്നെ ഞാൻ തണയ്ക്കാൻ പോവാ പ്രേതമേ. തണയ്ക്കല്ല, നിന്റെ ബസ് കോളേജ് കളയാൻ പോവാ. ഗർമ. എന്തുവാ ഗർമ? നിനക്ക് എന്റെ ശക്തിക്ക് പറ്റുന്നില്ലല്ലേ? എന്റെ ഫുൾ ശക്തി എടുക്കണം, എന്നാലേ നിന്നെ കൊല്ലാൻ പറ്റത്തുള്ളൂ എനിക്ക്. ഗർമ ക്രീം ഓം ക്രീം ഓം ക്രീം ഓം ക്രീം. അയ്യോ അയ്യോ. ഇനി നിങ്ങൾക്ക് ഞാൻ പ്രേതത്തിനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാകത്തില്ല, ഞാനാ പറയുന്നത്. വളരെ നന്ദിയുണ്ട് സ്വാമി.